നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക വർമ്മ. കൺഗ്രാറ്റ്സ് മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്ക്. ചെല്ലും മാഡം. ബഹുമാനിയായ പ്രിൻസിപ്പൽ, അധ്യാപകരെ, ഈ കോളേജിലെ വിദ്യാർത്ഥികളെ, നവാഗതരായ പുതിയ വിദ്യാർത്ഥിനികളെ, നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് എനിക്ക് നൽകുന്ന ഈ നിറഞ്ഞ കയ്യടികളാണ് എന്റെ ശക്തി. എന്റെ കർമ്മമേഖലയിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ഞാൻ ഈ കയ്യടികളെ കാണുന്നത്. കോളേജ് രാഷ്ട്രീയത്തിൽ നിന്നായിരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. നിങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ച് പഠനവും കലയും കായിക മേഖലയും എല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഭാവി മികച്ചതാക്കണം. പഠിക്കുക, വളരുക. നാളെകൾ നിങ്ങളുടേതാണ്. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സർ, ഇവിടെ നടന്ന പ്രസംഗ മത്സരത്തിലെ വിജയിക്ക് സമ്മാനം നൽകിയിട്ട് സാറിനെ ഞങ്ങള് പോകാൻ അനുവദിക്കൂ. വിത്ത് യുവർ പെർമിഷൻ. പറ്റില്ലെന്ന് പറയരുത്. ഷുവർ. താങ്ക് യു സർ. ഇവിടെ നടന്ന പ്രസംഗ മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പോ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആ ഭാഗ്യശാലി ആരാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മാഡം, മാഡം തന്നെ ആയിരിക്കും. ഒന്ന് പോ രാജു. എന്നെക്കാളും നന്നായി എത്ര കുട്ടികൾ പ്രസംഗിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഡത്തിന്റെ പ്രസംഗം. പിന്നെ എന്ന് പറഞ്ഞ രാജു അല്ലേ ജഡ്ജ്? പ്രസംഗം പറഞ്ഞു തീർക്കാൻ ആയല്ലോ എന്ന ആശ്വാസത്തില ഞാൻ. ഋതിക വർമ്മ. കൺഗ്രാറ്റ്സ് മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്ക്. ചെല്ലും മാഡം. താങ്ക് യു. താങ്ക്സ് രാജു. എന്നോട് എന്തിനാ മാഡം താങ്ക്സ് പറയുന്നത്? മാഡത്തിന്റെ സ്പീച്ചിലാണ് സമ്മാനം കിട്ടിയത്. ഇത് മാഡത്തിനുള്ള അംഗീകാരം. കൺഗ്രാറ്റ്സ്. ശരിക്കും ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് രാജുന് അറിയാമോ? എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മാഡത്തിനെ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ വരട്ടെ മാഡം. ഈ രാജ് കൂടെ ഉള്ളപ്പോ മാഡത്തിന് ഇതിലും മികച്ച ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓ, അപ്പോഴേക്ക് അഹങ്കാരായോ? എന്ത്? എനിക്ക് അഹങ്കരിക്കാൻ പാടില്ലേ? വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് മാഡം ആദ്യമായിട്ട് പ്രൈസ് വാങ്ങിയ ദിവസം ഇന്ന്. പിന്നെ അഹങ്കരിച്ചാലെന്താ? രാജു അഹങ്കരിച്ചു, ഞാൻ അഹങ്കരിക്കുന്നൊന്നുമില്ല. എനിക്കിന്നേ ക്ഷേത്രത്തിൽ പോണം. ദൈവത്തിനോട് നന്ദി പറയണം. ആ, അത് വളരെ നല്ലതാ. ദൈവഭക്തി ഉള്ളത് വളരെ നല്ലതാ. താങ്ക് യു സർ. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഏയ്, അതിലൊക്കെ എന്തിരിക്കുന്നു? ആ, ഋതികയോ? മിടുക്കി. പ്രസംഗം ഉഗ്രനായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സ്നേഹമുള്ള മക്കൾക്ക് അച്ഛനെ കുറിച്ച് ഇത്രയും ഭംഗിയായി വർണ്ണിക്കാനാകും. അച്ഛനെ കുറിച്ച് പ്രസംഗിച്ച് അച്ഛന്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങുന്നത് എന്ത് പുണ്യമാണെന്നറിയോ? വർമ്മ സാറേ, ഇതുപോലെ ടാലന്റും അച്ഛനോട് സ്നേഹമുള്ള ഒരു മോള് ലഭിച്ച താങ്കള് ശരിക്കും ഭാഗ്യവാനാണ്. സർ, ഋതിക മാഡം ഞാനും വന്ന കാറ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി. സാറെന്തായാലും വീട്ടിലേക്കല്ലേ? സാറ് ഓക്കെ ആണെങ്കിൽ ഞങ്ങളും സാറിന്റെ ഒപ്പം വരാം. എന്താ ഇത്? ഇത്രയും സന്തോഷമുള്ള ദിവസമായിട്ട് അല്ലെങ്കിൽ 2 കാറിൽ പോവേണ്ട ആവശ്യം എന്തിരിക്കുന്നു? സർ, അപ്പോ ഞങ്ങള് ശരി. മാഡം വന്നേ, വാ.
ശരി. ശരി സാർ. മാഡം കേറ് മാഡം, കേറ് മാഡം. നിങ്ങൾ ആ വണ്ടി വാ. വെള്ളം കൊടുക്ക. ശേഖര, നീ എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഞാൻ എന്താ ആലോചിക്കാനാ ചേച്ചി? അല്ല ശേഖര, സപ്ലിമെന്ററി എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയവള് ഇതുവരെ തിരികെ വന്നില്ലല്ലോ. ഞാൻ വിളിക്കട്ടെ. ആ പ്രതാപൻ എത്തിയല്ലോ. താങ്ക് യു രാജു. മാഡം പ്രതാപ, ചെറിയമ്മ അപ്പോ ഇവിടെ? അവരകത്തോണ്ട് മോളെ. അല്ല, ഇത് ഏതാ ട്രോഫി? കോളേജിലെ പ്രസംഗ മത്സരത്തിന് സമ്മാനം കിട്ടിയതാ. അച്ഛനായിരുന്നു ചീഫ് ഗസ്റ്റ്. ഏട്ടൻ്റെ കയ്യിൽ നിന്നാണോ മോക്ക് സമ്മാനം കിട്ടിയത്? അതെ സർ, ഋതിക മാഡത്തിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. കൺഗ്രാറ്റ്സ് മോളെ, കാലക്കി. ആ ട്രോഫി തന്നെ ശരിക്കും നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.